പല രീതിയിലുള്ള മരങ്ങളും ചെടികളും അത് മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ വലിയ ഇലയിട്ട് നിൽക്കുന്നത് എന്താ? ആ അതാണോ? അതേതേ അതെടാ അതെന്താ? കണിക്കൊന്നയുണ്ട്. ഓക്കെ, പിന്നെ അല്ലടാ ഈ വലിയ ഇലയിട്ട് അതാ നിൽക്കണു. ഇത് താഴെ ആ വലിയ ഇല അതാ അതിൻ്റെ ഇടയിലും അതാ നിൽക്കണു. ഒരു വലിയ ഇലയായിട്ടുള്ളത് അല്ലടാ അതാ നിൽക്കണു. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇതാ നിൽക്കണു. ആ ചേമ്പ് അല്ലേ? അപ്പൊ നോക്കൂ, എല്ലാ കവുങ്ങുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട് അല്ലേ? കുരുമുളകിന്റെ ഒരു മരാണോ? കുരുമുളക് മരാണോ? പിന്നെ വള്ളിച്ചെടിയാണ് കുരുമുളക് അല്ലേ? ജസ ശ്രദ്ധിക്കുന്നില്ലേ? വള്ളിച്ചെടിയാണ് കുരുമുളക് അല്ലേ? തെങ്ങോ? തെങ്ങ് നല്ല മരാണ് അല്ലേ? മാവ്, പ്ലവ്, ചേമ്പിന്റെ അവസ്ഥ എന്താ? എന്താ ചേമ്പ്? ചേമ്പ് വലുതാണോ? ചേമ്പും തെങ്ങും ഒരേ വലുപ്പാണോ? അല്ല. ചേമ്പിന് എത്രത്തോളം വലുതാവും? നിങ്ങൾ കണ്ടിട്ടില്ലേ ചേമ്പ് തൊടിയിലൊക്കെ ഇല്ലേ നമ്മുടെ? എത്രത്തോളം വലുതാവും ചേമ്പ്? ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? അത് ഇത് കൂടുതൽ വലുതാവോ? ഇല്ല, ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ കാണുള്ളൂ അല്ലേ? അപ്പോൾ ഈ കാണുന്ന ചെടികളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇത് എല്ലാതും ഒരുപോലെ അല്ല അല്ലല്ലോ? അതൊക്കെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് ഈ ചെടികളിൽ? ആ ഓക്കെ, അത് കായലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ കായൽ വ്യത്യാസമുണ്ട്. തെങ്ങുമ്പോൾ ഉണ്ടാവുന്നത് തേങ്ങയാണെങ്കിൽ മറ്റേമ്പോൾ ഉണ്ടാവുന്നത് അടയ്ക്കയാണ്. കുരുമുളക് മുഷറഫ് എന്താ പറഞ്ഞു? കുരുമുളക് ഉണ്ട്. ഓക്കെ, കുരുമുളക് വള്ളിയിലാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ആ ചെടിയുടെ പ്രത്യേകത എന്താ? തെങ്ങ് എന്നുള്ള മരം എടുക്കുക, അതേപോലെ കുരുമുളകിൻ്റെ വള്ളി, ചേമ്പിൻ്റെ ചെടി, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ എന്തിലൊക്കെ വ്യത്യാസമുണ്ട്? എന്തിലൊക്കെ? ചേമ്പ് ചെറുതാണ് അല്ലേ? ചെറുതാണ്. ഓക്കെ, പിന്നെ തെങ്ങ് വലുതാണ്. വെരി ഗുഡ്, അതൊരു വലിയ വ്യത്യാസമാണ്. സീമക്കൊന്ന വലുതാണ്. സീമക്കൊന്നയുടെ ചെടി എത്രത്തോളം വലുതാവും? തെങ്ങിനോളം വലുതാവുമോ? ഇല്ല, വലുതാവില്ല അല്ലേ? ഇനി ചേമ്പിൻ്റെ ചെടി എത്ര കാലം നിൽക്കും? എത്ര കാലം നിൽക്കും? 100 ദിവസമോ? ഒരു കൊല്ലം. ഓക്കെ, ഏകദേശം അത്രേ നിൽക്കുള്ളൂ വിചാരിക്കുക. തെങ്ങോ? ഒരു മാസോ? അധികം ഉണ്ട് എന്ന് പറഞ്ഞാലോ? 8000 മാസം. നമ്മുടെ വീട്ടിലൊക്കെ തെങ്ങില്ലേ? നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോഴും ആ തെങ്ങ് അവിടെ ഉണ്ടായിണ്ടാവും ഇല്ലേ? ഇപ്പോഴും ആ തെങ്ങ് അവിടെ ഉണ്ട്. നിങ്ങൾ കുറേ കാലം വലുതായാലും ആ തെങ്ങ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ചേമ്പ് അങ്ങനെയാണോ? ചേമ്പ് ഇപ്പോൾ നമ്മൾ നട്ടു, ചേമ്പ് ഇങ്ങനെ എല്ലാ കാലവും ഉണ്ടാവുമോ? നിങ്ങൾ വലുതാവുമ്പോഴും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ തെങ്ങുണ്ടാവും അല്ല ചേമ്പുണ്ടാവുമോ? ഇവിടെ ഉണ്ടാവോ? പറയൂ, ചേമ്പുണ്ടാവുമോന്ന്. ആ ഉവ് കണ്ടിരുന്നു ഞാൻ. ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞ എന്താ? വാഴയുടെ അവസ്ഥ എന്താ? വാഴ ഞാൻ ചോദിക്കട്ടെ, ഒരേ തെങ്ങുമെന്നാണ് നമുക്ക് ഈ കൊല്ലം അടുത്ത കൊല്ലമൊക്കെ തേങ്ങ കിട്ടുക. വാഴയുമെന്നോ ഒരു കൊല വെട്ടും, പിന്നെ അടുത്ത കൊല അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും, പിന്നെ അടുത്ത കൊല, അങ്ങനെയാണോ വാഴ? ആണോ? അല്ല. പിന്നെയോ? വേറെ ഉണ്ടാവും, വേറെ തൈ മുളച്ച് വരണം അല്ലേ? വാഴയുടെ തണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വാഴയുടെ തണ്ട് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും? കറി വയ്ക്കുക, ഉപ്പേരി വയ്ക്കുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ അത് കറി വെക്കാൻ പാകത്തിന് തെങ്ങിൻ്റെ തണ്ടുകൊണ്ട് നമ്മൾ ഉപ്പേരി വയ്ക്കുമോ? ഇല്ല. എന്താ കാര്യം? തെങ്ങിൻ്റെ തണ്ടുകൊണ്ട് നമ്മൾ ഉപ്പേരി വയ്ക്കാത്തത്? പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമുക്ക് കട്ടിയാണ് അല്ലേ? അത് തന്നെ, അത് നല്ല കട്ടിയാണ്. നമുക്കത് കുമ്പളങ്ങ മുറിക്കും പോലെയോ ചേമ്പ് മുറിക്കും പോലെ ഒന്നും തെങ്ങ് മുറിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ചേമ്പ് മുറിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ടാ പോവുക? കത്തി മതി. അടുക്കളയിൽ നമ്മൾ കുമ്പളങ്ങയൊക്കെ മുറിക്കണ കത്തി മതി പോരെ? തെങ്ങ് മുറിക്കാൻ പോകുമ്പോൾ അത് മതിയോ? അടുക്കളയിൽ പോണ കത്തി കൊണ്ട് പോയാൽ തെങ്ങ് മുറിയൂല. വേറെ എന്ത് വേണം? മെഷീൻ വേണം അല്ലേ? ആ മെഷീൻ്റെ പ്രത്യേകത എന്താ? നല്ല കുറച്ചിട്ടല്ലേ നല്ല ബലത്തിലുള്ള സാധനങ്ങൾ മുറിക്കാൻ ആ മെഷീൻ ഉപയോഗിക്കുക ആണല്ലോ. പക്ഷെ ചേമ്പ് മുറിക്കാൻ നമുക്ക് അത് വേണോ? വേണ്ട. ചേമ്പ് മുറിക്കാൻ ചെറിയ കത്തി മതി. എല്ലാ കത്തി കൊണ്ട് പുഷ്ണാകുമ്പോഴത്തേനും അതിൻ്റെ തണ്ട് മുറിഞ്ഞു പോരും അല്ലേ? പറിച്ചാൽ വേഗം അങ്ങോട്ട് പോരും അല്ലേ? പറിച്ചാൽ വേഗം പോരില്ലേ? ചേമ്പ്, തെങ്ങോ? തെങ്ങിൻ്റെ അവസ്ഥ എന്താ? പറിച്ചാൽ വേഗം പോരുമോ? പോരില്ല. അതിൻ്റെ അർത്ഥം എന്താ? എന്താ വേഗം പോരാത്ത തെങ്ങ്? എന്താ തെങ്ങ് പോരാത്ത വേഗം? തെങ്ങിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് പൊളിച്ചാൽ പോരാത്ത എന്താ?
ആ അതിൻ്റെ ഉള്ളിലേക്ക് പോയിണ്ടാവും വേര് അല്ലേ? വേര് അതിൻ്റെ ഉള്ളിലേക്ക് പോയിണ്ടാവും. ചേമ്പിൻ്റെയോ? ചേമ്പ്, ഇഞ്ചി അതൊക്കെ എന്താ അവസ്ഥ? നമുക്ക് കൈക്കോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ പോയൊരു കത്തി കൊണ്ട്, അടുക്കളയിൽ ഒരു കത്തി കൊണ്ട്, കൂർപ്പുള്ളൊരു സാധനം കൊണ്ട് കുത്തിയാൽ തന്നെ നമുക്ക് ഇഞ്ചിയൊക്കെ പറിച്ചെടുക്കാം. ഇങ്ങടെയൊക്കെ അമ്മമാരെ അങ്ങനെയല്ലേ? ഇഞ്ചിയൊക്കെ വേഗം അപ്പം തന്നെ തൊടി പോയി പറിച്ചോണ്ടൂല്ലേ? അതിനിപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ എടുത്താലോ? കുരുമുളകിൻ്റെ വള്ളിയുടെ അവസ്ഥ എന്താ? പറ്റും അല്ലേ? കൈ കൊണ്ട് പൊട്ടിക്കാനുള്ള അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര സോഫ്റ്റാണ് അല്ലേ? ഇപ്പോൾ പ്ലാവ് എടുത്താലോ? ചക്ക നല്ല സോഫ്റ്റാണ്. പ്ലാവോ നല്ല പണിയാണ് അല്ലേ? പ്ലാവിൻ്റെ തണ്ട് എങ്ങനെയാണ്? അതുകൊണ്ട് നമ്മൾ കറി വയ്ക്കോ? പ്ലാവിൻ്റെ തണ്ട് കൊണ്ട് നമ്മൾ കറി വയ്ക്കോ? ഇല്ല. കാരണം എന്താ? പ്ലാവിൻ്റെ തണ്ട് ഭയങ്കര കട്ടിയാണ്. ഇതിൻ്റെയൊക്കെ ഇല എന്താ അവസ്ഥ? ഇല ചേമ്പിൻ്റെ ഇല, കുരുമുളകിൻ്റെ ഇല, മാവിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല അതൊക്കെ എന്താ വ്യത്യാസം? എന്തൊക്കെ വ്യത്യാസമുണ്ട് ആലോചിച്ച് നോക്കൂ. അത് ചക്ക ഇല നോക്കൂ. ഇല നല്ല വ്യത്യാസമുണ്ട്. എന്തിലൊക്കെ വ്യത്യാസമുണ്ട്? ഇലയ്ക്ക് ഷേപ്പ്. വെരി ഗുഡ്. ഷേപ്പിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഓരോന്നിൻ്റെയും മാവിൻ്റെ ഇല ആലോചിച്ച് നോക്കിയേ. മാവിൻ്റെ ഇല എങ്ങനെയാണ്? നീണ്ടിട്ടാണ്. വെരി ഗുഡ്. പ്ലാവിൻ്റെ ഇലയോ? വല്ലാണ്ട് നീളത്തിലും അല്ല, വല്ലാണ്ട് വട്ടത്തിലും. ഇനി അതുപോലെയാണോ ചേമ്പിൻ്റെ ഇല? ചേമ്പിൻ്റെ ഇല എങ്ങനെയാണ്? ചേമ്പിൻ്റെ ചെടി ചെറുതാണെങ്കിലും ഇലയുടെ അവസ്ഥ എന്താ? വലുതാ. നോക്കി നോക്കിയാൽ ചേമ്പിൻ്റെ അവസ്ഥ എന്താന്ന്. ചേമ്പിൻ്റെ ഇല കാണാണ്ടോ നിങ്ങൾക്ക് അവിടെ? കാണാനില്ലേ? ചേമ്പിൻ്റെ ഇലയുടെ അവസ്ഥ എന്താണ്? വലിയ ഇലയാണ് അല്ലേ? വാഴയുടെയോ? വാഴയുടെ തണ്ട് ചെറുതാണ്. വാഴയുടെ തണ്ടൊക്കെ നല്ല സോഫ്റ്റാണ്. ഇലയോ? ഇല സോഫ്റ്റാണ്. ഇല എങ്ങനെയാണ്? ചെറുതാണോ വലുതാണോ? ഊണ് കഴിക്കാൻ പറ്റും അല്ലേ സിനാദേ? വാഴയുടെ ഇലയിൽ നമ്മൾ ചോറ് തിന്നും. പ്ലാവിൻ്റെ ഇല, പ്ലാവ് അല്ല വലിയ മര അയച്ചിട്ട് പ്ലാവിൻ്റെ ഇല കൊടുത്തിട്ട് നമുക്ക് ചോറിനാൻ പറ്റും? കാരണം എന്താ? അതിൻ്റെ ഇല ചെറിയ ഇലയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോരോ സസ്യങ്ങൾക്കും നമ്മുടെ തൊടിയിലുള്ളതിന് നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മുടെ ആദ്യത്തെ പാഠം വരുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേര് ഹരിതഭൂമി എന്നാണ്. എന്താ ഹരിതഭൂമി പറഞ്ഞാൽ? ഇത് നല്ല ഹരിതാഭയുള്ള സ്ഥലമാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? നല്ല സ്ഥലമാണ്. എന്തുകൊണ്ടത് നല്ല സ്ഥലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്? ഇങ്ങോട്ട് നോക്കണേക്കാളും ഈ റോഡിലേക്ക് നോക്കണേക്കാട്ടിലും ഒരു സുഖം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലേ? എന്താ അവിടെ പ്രത്യേകം? നിറച്ച് മരങ്ങളുണ്ട്, തണലുണ്ട്, നല്ല പച്ചപ്പുണ്ട് അല്ലേ? നല്ല പച്ചപ്പ്, തണല്, തണുപ്പൊക്കെ കിട്ടുന്നതാണ് ഇത് മരങ്ങളുള്ളതുകൊണ്ട് അല്ലേ? അതൊന്നും ഉണ്ടാവില്ല. അതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് എന്താ വെച്ചാൽ ഏതൊക്കെ തരത്തിലാണ് മരങ്ങളും സസ്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടു ചേമ്പിൻ്റെ തണ്ട്, ചേമ്പിൻ്റെ ചെടി അല്ലേ? ഇല്ല റാസിലെ? ചേമ്പിൻ്റെ തണ്ട്. ഇനി അതേപോലത്തെ വേറെ ഏതൊക്കെയാണ് ഉള്ളത് നിങ്ങളുടെ അറിവിൽ? ചേമ്പിൻ്റെ മാതിരി അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ചെടികൾ. വാഴ നല്ല സോഫ്റ്റാണ്. പിന്നെ ഇനി ചെടികൾ എടുത്ത് നോക്കൂ. ഇങ്ങനെ മരങ്ങളല്ലാണ്ട് നമ്മുടെ തൊടിയിലുള്ള മുളക്. ശരി, മുളകിൻ്റെ ചെടി അത്ര സോഫ്റ്റാണ് അല്ലേ? പിന്നെ കുരുമുളകിൻ്റെ സോഫ്റ്റാണ്. പിന്നെ ഇനി നമ്മൾ പൂന്തോട്ടത്തിലുണ്ടാവുന്ന ചെടികളൊന്നും ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് പാവയ്ക്ക. ഓക്കെ, അത് പച്ചക്കറിയിൽ പെടുന്നതാണ്. കുമ്പളൻ, അതിൻ്റെയൊക്കെ വള്ളികൾ സോഫ്റ്റാണ് അല്ലേ? അപ്പോൾ അതാ ഇവിടെ ഉണ്ട് മത്തൻ്റെ വള്ളി. ഇവിടെ ഉണ്ട് അല്ലേ? മത്തൻ്റെ വള്ളിയുണ്ട്. മത്തൻ്റെ വള്ളി നമ്മൾ നാളെ അതിൻ്റെ ഇല കൊണ്ട് കറി വെച്ചില്ലേ? നിങ്ങൾ കഴിച്ചില്ലായിരുന്നോ? മത്തൻ്റെ കഴിച്ചില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ പ്രത്യേകതകളുള്ള ചെടികളുണ്ട്. ഇതിനൊക്കെ ഓരോരോ പേരുകളും ഉണ്ട്. മനസ്സിലായോ? തെങ്ങിൻ്റെ പ്ലാവിൻ്റെ ഒക്കെ നമ്മൾ ചെടി എന്നാണോ പറയുക? പിന്നെന്താ പറയുക? മരം അല്ലേ? മരം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരിക? മരം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? മരം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? വലിയൊരു സാധനം അല്ലേ? ചെടി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരിക? ചെറിയത് അല്ലേ? ചെടി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചെറുതാ വരിക. അതേസമയം മരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ മരം. മരം എന്ന് പറഞ്ഞാൽ തന്നെ വലുതാണ് അല്ലേ? നമ്മുടെ മനസ്സിൽ മരം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ മാവുണ്ട്. മാവില്ലേ? ഇല്ലേ? എല്ലാ കൊല്ലവും മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവില്ലേ? പ്ലാവിൻ്റെ മുകളിലോ? പ്ലാവിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഞാൻ വെച്ചു പ്ലാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവുമെന്ന്. പ്ലാവിൻ്റെ മുകളിൽ നമുക്ക് ചക്ക ഉണ്ടാവും അല്ലേ? എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. വാഴ നമ്മൾ എന്താ ചെയ്യുക? ഒരു കൊല ഉണ്ടായാൽ അത് മുറിക്കും, കൊല വെട്ടും. കൊല വെട്ടണതിൻ്റെ മുമ്പ് എന്തും വെട്ടും? വാഴയും വെട്ടൂലേ? അതാണ്, വാഴയും വെട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുതിയ ചെടി അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ടാവും. അത് മാറ്റി നട്ടിട്ട് നമ്മൾ പുതിയ മരം ഉണ്ടാക്കും, പുതിയ വാഴയുടെ തൈ ഉണ്ടാക്കും.
അല്ലേ? അതിൽ നിന്നാണ് പിന്നെ നമുക്ക് കൊല ഉണ്ടാവണത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ചിലത് ചേമ്പിൻ്റെ തണ്ട് മാതിരി സോഫ്റ്റായ തണ്ടുള്ളതുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ തുളസി ഉണ്ടോ? തുളസി, റോസ് ഉണ്ടോ? റോസ് കൊമ്പ്, റോസ് പൂ ഉണ്ടാവൂലേ? ഇല്ലേ? റോസ് പൂവില്ല, കണ്ടിട്ടില്ലേ റോസ് പൂവ്? എന്താ അതിൻ്റെ കൊമ്പിൻ്റെ പ്രത്യേകത? അതിൻ്റെ തണ്ട് മുള്ളുണ്ടാവും. ഭയങ്കര സോഫ്റ്റാണോ? സോഫ്റ്റാണോ? നിങ്ങൾ പിടിച്ചു നോക്കിയിട്ടുണ്ടോ? ആണോ? സോഫ്റ്റാണോ? ഉറപ്പാ? മുള്ളല്ല, മുള്ളാണ്. ആ മുള്ളുണ്ടാവണ തണ്ട് സോഫ്റ്റാണോ? ചേമ്പ് തണ്ടിൻ്റെ മാതിരി സോഫ്റ്റാണോ? അല്ല, അത്യാവശ്യം കട്ടിപ്പാണ്. കുറേ കൊല്ലങ്ങൾ നിൽക്കുമോ റോസ്? മാവിൻ്റെ മാതിരി കുറച്ച് കഴിയുമ്പോഴത്തേനും അതെന്താവും? കുറച്ച് കാലമൊക്കെ നിൽക്കും അല്ലേ? കുറച്ച് കൊല്ലങ്ങളെ നിൽക്കുള്ളൂ. ചേമ്പിൻ്റെ മാതിരി അത്ര വേഗം പോവുമോ? അതുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ ചെടികളും ഒരേ പോലെ. ചിലത് കുറച്ച് ദിവസം നിൽക്കും, ചിലത് കുറച്ച് മാസം നിൽക്കും, ചിലത് കുറേ കൊല്ലം നിൽക്കും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. പഠിക്കാൻ പോവല്ലേ? ഓക്കേ.